ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ കാറുകളിലും വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ജാക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ഇലക്ട്രിക് പവർ, അതായത് വണ്ടിയിലെ ബാറ്ററിയിൽ നിന്ന് നമുക്കൊരു 12 വോൾട്ട് എടുത്തിട്ട് ഒരു മോട്ടറിൻ്റെ സഹായത്തോടെ അത് ഇലക്ട്രിക് ആക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് ജാക്ക്, പിന്നെ അതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഒരു വൈപ്പർ മോട്ടറാണ്, കാറിൻ്റെ വൈപ്പർ മോട്ടർ. പിന്നെ ഒരു ഡബിൾ ത്രൂ ഒരു സ്വിച്ച്, പിന്നെ ഒരു പുഷ് സ്വിച്ച്, പിന്നെ ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒരു ബോക്സ് പ്ലാസ്റ്റിക്കിൻ്റെ, പിന്നെ കുറച്ച് വയർ. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഇതെൻ്റെ ചേട്ടൻ്റെ ലെയ്ത്ത് വർക്ക്ഷോപ്പാണ്. പുള്ളി മെയിനായിട്ട് കാലടിയിലെ റൈസ് മില്ലിലെ വർക്കൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിനെ കൂടെ തന്നെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ചേട്ടാ തുടങ്ങിയല്ലേ? വൈപ്പർ മോട്ടർ ചാക്കിലേക്ക് നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വയറിങ്ങിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ബോക്സിൽ ഒരു ആ സ്വിച്ചിൻ്റെ അളവ് എടുത്തിട്ട് ഒരു ഹോൾ ഉണ്ടാക്കാം. സ്വിച്ചിൻ്റെ ഹോള് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സ്വിച്ച് സെറ്റാക്കാം. സ്വിച്ച് പക്കയായിട്ട് സെറ്റായിട്ടുണ്ട്. അടുത്തത് പുഷ് സ്വിച്ചിൻ്റെ ഒരു ഹോൾ ഇടാം. 2 സ്വിച്ചുകളും ബോക്സിൽ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് സ്വിച്ചിൻ്റെ 6 പിന്നിൽ നമുക്ക് ലെഡ് ഒന്ന് പിടിപ്പിക്കാം. അടുത്തതായിട്ട് നമുക്ക് ബാറ്ററിയിലേക്കുള്ള വയർ പിടിപ്പിക്കാം. അത് സ്വിച്ചിൻ്റെ അറ്റത്തായിട്ടാണ് പിടിപ്പിക്കേണ്ടത്. ബാറ്ററിയിലേക്കുള്ള വയറും മോട്ടറിലേക്കുള്ള വയറും അത്യാവശ്യം ഗേജുള്ള വയർ പിടിപ്പിക്കുക, അല്ലെങ്കിൽ വയർ ഹീറ്റാവും. ബാറ്ററിയിൽ നിന്ന് സ്വിച്ചിലേക്ക് വരുന്ന കണക്ഷൻ ഉണ്ടല്ലോ, ആ സെയിം കണക്ഷൻ എടുത്തിട്ട് സ്വിച്ചിൻ്റെ അടുത്ത അറ്റത്തേക്ക്
നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു എക്സ് ആകൃതിയിലിട്ട് വയർ കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് പുഷ് സ്വിച്ചിൻ്റെ വയർ കണക്ട് ചെയ്യാം. ഒരു വയർ നേരെ വൈപ്പർ മോട്ടറിലേക്കും അടുത്ത വയർ നമ്മുടെ DP/DT സ്വിച്ചിൻ്റെ നടുക്കത്തെ പിന്നിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. വൈപ്പർ മോട്ടറിൻ്റെ അടുത്ത വയർ DP/DT സ്വിച്ചിൻ്റെ അടുത്ത പിന്നിലേക്കും കണക്ട് ചെയ്യാം. ബാറ്ററിയുടെയും മോട്ടറിൻ്റെയും വയർ വലിയാതിരിക്കാനായിട്ട് 2 വയർ ടാഗ് അടിച്ചേക്കുക. ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഈ സ്വിച്ചിന് നമുക്ക് 3 പൊസിഷനാണുള്ളത്. ഒന്ന് അപ്പും പിന്നെ ഡൗണും പിന്നെ ഓഫ് പൊസിഷൻ. നടുക്കുള്ളത് ഓഫ് പൊസിഷനാണ്. നമ്മുടെ ഹോം മെയ്ഡ് ഇലക്ട്രിക് ജാക്ക് വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ മാരുതി റിറ്റ്സ് ആണ്. ഇനി നമുക്ക് ബാറ്ററിയിലേക്കുള്ള പ്ലസും മൈനസും കണക്ട് ചെയ്യാം. ബാറ്ററിയിലേക്കുള്ള വയർ കണക്ട് ചെയ്യുമ്പോൾ പ്ലസും മൈനസും തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്വിച്ച് ബോർഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന അപ്പും ഡൗണും നേരെ തിരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ബാറ്ററി ക്ലിപ്പ് മേടിച്ചിട്ട് ഡയറക്റ്റ് വണ്ടിയുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സ്വിച്ചിന് 3 പൊസിഷനാണുള്ളത്. ഒന്ന് അപ്പ്, പിന്നെ ഇത് അപ്പ്, ഇത് ഓഫ്, ഇത് ഡൗണ്. അപ്പ് ഇട്ടിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർ വർക്കാവും. മോട്ടർ വർക്കാവുന്നുണ്ട്. ഇനി റിവേഴ്സ് ഒന്ന് നോക്കാം. റിവേഴ്സ് വർക്കാണ്. നമുക്ക് കാറിലേക്ക് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ജിൽമോൻ ചേട്ടൻ തന്നെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. വണ്ടി പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് താഴ്ത്തുവാനായിട്ട് സ്വിച്ച് റിവേഴ്സ് പൊസിഷനിലേക്ക് ഇടാം, അതായത് ഡൗൺ പൊസിഷനിലേക്ക് ഇടാം. ഈ ഹോം മെയ്ഡ് ഇലക്ട്രിക് ജാക്ക് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്.
ഇത് സ്ത്രീകൾക്കും പ്രായമായവർക്കും വളരെ ഉപകാരപ്രദവുമാണ്. ഇതിൻ്റെ മെയിൻ പാർട്ടായ ഈ വൈപ്പർ മോട്ടർ, നമുക്കിത് ഫ്ലഡ് വണ്ടിയുടെയോ അല്ലെങ്കിൽ ടോട്ടൽ ലോസ് ആയ വണ്ടിയുടെയോ വൈപ്പർ മോട്ടർ നമുക്ക് സ്ക്രാപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. വളരെ നിസ്സാര പൈസക്ക് അത് കിട്ടുന്നതാണ്. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.